ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ PMC അറബിക്കടലെറിയും എന്നെല്ലാമുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരുന്നു. PMC വേണ്ടതില്ല എന്ന പൊതു നിലപാടിൻ്റെ ഭാഗമായിട്ട് എല്ലാവർക്കും അത് അംഗീകരിക്കാവുന്നതാണ്. പക്ഷെ എന്താ സംഭവിച്ചത്? പുതിയ ഗവൺമെൻറ് അധികാരത്തിലേറിയപ്പോൾ ഇവരുടെ എല്ലാം സ്വരം മാറുന്നു. അയ്യോ, ഒരു രക്ഷയില്ല, LDF ഇങ്ങനെയൊരു ധാരണാപത്രം ഒപ്പിട്ട് കളഞ്ഞു, അതുകൊണ്ട് നടപ്പാക്കലല്ലാതെ വേറെ മാർഗം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല, ഞങ്ങൾ ഇത് നടപ്പാക്കിയേ തീരൂ. ശുദ്ധ നുണയായിരുന്നു അത്. ഇവിടെ മതനിരപേക്ഷത തകർക്കുന്നതിന് വേണ്ടി RSS സ്വീകരിക്കുന്ന വ്യത്യസ്ത മാർഗങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തെ ഇടപെടൽ. വിദ്യാഭ്യാസ മേഖലയിൽ ചെറിയ കുഞ്ഞുങ്ങൾ തൊട്ട് പിന്നീടുള്ള ഉന്നത വിദ്യാഭ്യാസ മേഖലയടക്കം നമ്മുടെ ഭാവി തലമുറയെ രൂപപ്പെടുത്തുന്ന കേന്ദ്രങ്ങളാണ്. അവിടങ്ങളിലെല്ലാം ചരിത്രം അതേ രീതിയിൽ പഠിക്കുന്ന നില വരുന്നത്. ചരിത്രം അതേ രീതിയിൽ പഠിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ RSSന്റെ ചരിത്രമാണ് പഠിക്കുക. RSS സ്വാതന്ത്ര്യസമര പ്രസ്ഥാനത്തിൽ ഉണ്ടായില്ല എന്താണ് പഠിക്കുക? സ്വാതന്ത്ര്യസമര പ്രസ്ഥാനത്തെ വഞ്ചിച്ച കാര്യങ്ങളാണ് വിവരിക. അപ്പോൾ അതൊഴിവാക്കാൻ ചരിത്രം തിരുത്തണം, പ്രത്യേകമായ രീതിയിൽ പാഠപുസ്തകങ്ങൾ തയ്യാറാക്കണം, കൃത്യമായ കാവ്യവൽക്കരണം നടക്കുകയാണ്, കാവ്യവൽക്കരണത്തിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയാണ്. ഇവിടെ ഒരു വ്യത്യസ്തതയുണ്ടായിരുന്നു. രാജ്യത്തെ പാഠപുസ്തകങ്ങളിൽ ഗാന്ധിവധം വേണ്ടതില്ല, മുഗൾ രാജവംശത്തെക്കുറിച്ചുള്ള പാഠഭാഗങ്ങൾ വേണ്ടതില്ല, അങ്ങനെ കുറേ കാര്യങ്ങൾ ഒഴിവാക്കിയിരുന്നു. ഇന്ത്യയിൽ ഒരു സംസ്ഥാനം മാത്രമാണ് ആ ഒഴിവാക്കിയ പാഠഭാഗങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പ്രത്യേക പാഠപുസ്തകം തയ്യാറാക്കി വിദ്യാർത്ഥികൾക്ക് കൊടുത്തത്. അത് കേരളമായിരുന്നു. കേരളത്തിന് അത് കഴിഞ്ഞത് അന്ന് LDF സർക്കാരാണ് അധികാരത്തിലുണ്ടായിരുന്നത്. ആ ഘട്ടത്തിൽ ഒന്നിനോടും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടായിരുന്നു കേരളം സ്വീകരിച്ചിരുന്നത്. അതിൻ്റെ ഭാഗമായി കാവ്യവൽക്കരണത്തെ ശക്തമായി എതിർത്തു. ഇതിൻ്റെ തന്നെ തുടർച്ചയായി നമ്മുടെ സ്കൂളുകളിൽ PM-ശ്രീ പദ്ധതി നടപ്പാക്കണം എന്നൊരു നിർദ്ദേശം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് വന്നു. PM-ശ്രീ പദ്ധതിയുടെ ഭാഗമായി ഉദ്ദേശിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുള്ള പ്രത്യേക വിദ്യാഭ്യാസ നയമുണ്ട്. അപ്പോൾ ആ നയം കാവ്യവൽക്കരണമാണ്. അത് കൃത്യമായി സ്കൂളുകളിൽ എത്തിക്കുക എന്താണ് ഉദ്ദേശിച്ചത്. പക്ഷെ നമ്മുടെ കേരളത്തിൽ കേന്ദ്രത്തിൻ്റെ ചില്ലറ കാശ് കിട്ടി സ്കൂളുകൾ നന്നാക്കേണ്ട കാര്യം വരുന്നില്ല. കാരണം നമ്മുടെ നാട്ടിലെ LDF സർക്കാരിൻ്റെ കാലത്ത് പൊതുവിദ്യാഭ്യാസ രംഗം മികവാർന്ന രംഗമായി മാറി. പശ്ചാത്തല സൗകര്യ വികസനമുണ്ടായി, ആവശ്യമായത്ര ലാബുകളുണ്ടായി, ലൈബ്രറികളുണ്ടായി, കെട്ടിടങ്ങൾ പുതുതായി നിർമ്മിക്കുന്ന അവസ്ഥ വന്നു, അക്കാദമിക് നിലവാരം വർദ്ധിച്ചു, കുട്ടികൾക്ക് ആവശ്യമായ ശുചിമുറികളടക്കമുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടായി. അങ്ങനെ രാജ്യം നോക്കുമ്പോൾ കേരളം ഏറ്റവും മികച്ച പൊതുവിദ്യാഭ്യാസ രംഗം എന്ന നിലയാർജിക്കാൻ നമുക്ക് കഴിയും. ഇത് കേന്ദ്ര ഗവൺമെൻറ് ചില്ലിക്കാശ് കിട്ടി നന്നാക്കേണ്ട കാര്യം വരുന്നില്ല. 5000 കോടി രൂപയാണ് ഈ കേരളത്തിൽ പൊതുവിദ്യാഭ്യാസ രംഗത്തിന് വേണ്ടി ചെലവഴിച്ചത്. അപ്പോൾ PM-ശ്രീ പദ്ധതി കാവ്യവൽക്കരണം ഉദ്ദേശിച്ചതാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അത് വേണ്ട എന്ന നിലപാട് ആദ്യമേ തന്നെ LDF സർക്കാർ സ്വീകരിച്ചു. വാശിയായി കേന്ദ്ര ഗവൺമെൻറ്റിന്. ആ വാശിയുടെ ഫലമായിട്ട് എന്ത് ചെയ്തു? എന്ത് വൃത്തികേടും കാണിക്കാൻ തയ്യാറാണല്ലോ.
PMC പദ്ധതി വേണ്ടെന്ന് വെച്ചാൽ PMC പദ്ധതി വേണ്ടെന്ന് വെക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കാശും കേരളത്തിന് ആവശ്യമില്ല. എന്നാൽ പൊതുവായി വിദ്യാഭ്യാസ രംഗത്ത് നൽകേണ്ട പണമുണ്ട്. അത് വലിയ സംഖ്യയാണ്, വൻതുകയാണ്. SSK ഫണ്ട് ആ ഭാഗം തടഞ്ഞു വെച്ചു. അപ്പോൾ കേരളം പോലൊരു സംസ്ഥാനത്തിന് വലിയ തോതിലുള്ള വിഭവശേഷി ഇല്ല എന്നുള്ളത് കൊണ്ട് വല്ലാത്ത സാമ്പത്തിക ഞെരുക്കം. വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പാക്കേണ്ട പല കാര്യങ്ങളുണ്ട്, അതിനൊക്കെ തടസ്സം വരുമെന്ന നില. ഇത് ഒഴിവാക്കി കിട്ടണമെന്ന് കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു. ഒരു സംസ്ഥാനത്തിന്റെ ആവശ്യം സാധാരണഗതിയിൽ കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിക്കേണ്ടതാണ്. അവരംഗീകരിക്കാൻ തയ്യാറായില്ല. ആ ഘട്ടത്തിൽ ഈ പറയുന്ന PMCയുടെ കാര്യത്തിൽ ഒരു ധാരണാപത്രം ഒപ്പിട്ടാൽ ഈ പണം റിലീസ് ചെയ്യുമെന്നൊരു നില വന്നു. അങ്ങനെ ഒരു ധാരണാപത്രം ഒപ്പിടുന്ന നിലയിലേക്ക് പോയി. പക്ഷേ LDF അതിനെക്കുറിച്ച് ആലോചിച്ചു. PMCയുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലും നമ്മൾ ബന്ധപ്പെടേണ്ടതില്ല, അത് തുറ നടപടി സ്വീകരിക്കേണ്ടതില്ല. ഗവൺമെന്റ് തീരുമാനമെടുത്തു, ഈ ഒപ്പിട്ട ധാരണാപത്രം മരവിപ്പിക്കുന്നു. അത് കേന്ദ്രത്തിൽ പോയി വിദ്യാഭ്യാസ മന്ത്രി ഉത്തരവാദപ്പെട്ടവരെല്ലാം കണ്ടറിയിച്ചു. കേരള ഗവൺമെന്റ് നേരിട്ട് കത്തുമറി അയച്ചു. അതോടെ PMC പദ്ധതി വേണ്ടതില്ല എന്ന നിലപാട് ആവർത്തിച്ചുറപ്പിച്ചു. PMC പദ്ധതി കേരളത്തിൽ നടപ്പാക്കുന്നില്ല. അതിൻ്റെ ഭാഗമായി ഒരു കാര്യവും സംഭവിച്ചില്ല. അപ്പോഴാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF ജയിച്ചു വരുന്നത്. തെരഞ്ഞെടുപ്പിന് മുൻപ് പലരും വലിയ തോതിലുള്ള വീരവാദങ്ങൾ മുഴക്കിയിരുന്നു. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ PMC അറബിക്കടലിൽ എറിയും എന്നെല്ലാമുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരുന്നു. PMC വേണ്ടതില്ല എന്ന പൊതു നിലപാടിൻ്റെ ഭാഗമായിട്ട് എല്ലാവർക്കും അത് അംഗീകരിക്കാവുന്നതാണ്. പക്ഷെ എന്താ സംഭവിച്ചത്? പുതിയ ഗവൺമെന്റ് അധികാരത്തിലേറിയപ്പോൾ ഇവരുടെ എല്ലാം സ്വരം മാറുന്നു. അയ്യോ, ഒരു രക്ഷയില്ല, LDF ഇങ്ങനെ ഒരു ധാരണാപത്രം ഒപ്പിട്ട് കളഞ്ഞു, അതുകൊണ്ട് ഇത് നടപ്പാക്കലല്ലാതെ വേറെ മാർഗം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല, ഞങ്ങൾ ഇത് നടപ്പാക്കിയേ തീരൂ. ശുദ്ധ നുണയായിരുന്നു അത്. എങ്ങനെയാണ് ആ നുണ കൃത്യമായി പൊളിഞ്ഞത്? നമ്മുടെ അബ്ദുൽ വഹാബും ജബി മേത്തറും പാർലമെന്റിൽ ചോദ്യങ്ങൾ ചോദിച്ചു ഇതുമായി ബന്ധപ്പെട്ട്. അപ്പോഴതാ മണിമണിയായി കേന്ദ്ര ഗവൺമെന്റ് ഉത്തരം വരുന്നു. കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞു, PMC പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒരു പൈസയും കേരളത്തിന് ഇതേവരെ നൽകിയിട്ടില്ല. PMC പദ്ധതിയുടെ ധാരണാപത്രം മരവിപ്പിക്കുന്നുവെന്ന് കേരള ഗവൺമെന്റ് അറിയിച്ചതാണ്. PMC പദ്ധതിയിൽ ധാരണാപത്രം ഒപ്പിട്ടാൽ ഏത് ഘട്ടത്തിലും അതിൽ നിന്ന് പിൻവാങ്ങാം. PMC പദ്ധതി നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി സ്കൂളുകൾ തിരഞ്ഞെടുത്ത് അറിയിച്ചാൽ മാത്രമേ PMC പദ്ധതി നടപ്പാക്കാനാവൂ. അങ്ങനെ ഒരു നടപടിയും കേരള ഗവൺമെന്റ് സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് കേരളത്തിൽ PMC പദ്ധതി നടപ്പാക്കുന്നില്ല. ഏത് ഘട്ടത്തിലും ഒപ്പിട്ടതിൽ നിന്ന് പിന്മാറാൻ സംസ്ഥാന ഗവൺമെന്റ് അവകാശമുണ്ട്. നല്ല മുഖത്തടിയേറ്റ പോലെ മാറിയോ? ഇത്രയും വ്യക്തത വന്നിട്ടും ഞങ്ങൾ PMC പദ്ധതി നടപ്പാക്കാനില്ല എന്ന് ഇതേവരെ പറഞ്ഞോ? PMC പദ്ധതി വേണ്ട എന്ന നിലപാടാണല്ലോ LDF ആത്യന്തികമായി സ്വീകരിച്ചത്. എന്തുകൊണ്ടാണ് ഇപ്പോഴത്തെ ഗവൺമെന്റിന് അത്തരമൊരു നിലപാട് സ്വീകരിക്കാൻ പറ്റാത്തത്? അവിടെ നേരത്തെ കണ്ട RSS പ്രീണനമില്ലേ? RSSനെ പ്രീണിപ്പിക്കുന്ന സമീപനം വരികയല്ലേ? എന്താണ് RSSനെ പ്രീണിപ്പിക്കാൻ ഇത്ര താല്പര്യം?